ZEPHYR, the dream team in entrance coaching. Hello, good day students. ഇന്ന് നമ്മുടെ ഈ JEE മെയിനിന് 24th and 25th ഡിസംബറിൽ നടന്ന സർട്ടൺ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. ഞാൻ ഡോക്ടർ കുമാരി ലത, ZEPHYR എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൻ്റെ ഫാക്കൽറ്റിയാണ്. സോ വിൽ സ്റ്റാർട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെയാണ്. രണ്ട് കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെയിം സെൻറ്റർ സെമി സർക്കുലർ റിങ്സ്, റേഡിയായി R1 ആൻഡ് R2. അപ്പോൾ ഒരു റേഡിയസ് മറ്റേതിനെക്കാട്ടിയും വലുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ സെയിം സെൻറ്ററുള്ള രണ്ട് റിങ്സ്, സെമി സർക്കുലർ റിങ്സ്, റേഡിയസ് R1 ആൻഡ് R2. രണ്ടുപേർക്കും ഈക്വൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡഡ് ബൈ ലെങ്ത്. സോ അത് ലാംഡ, രണ്ടുപേർക്കും ഒരേ ലാംഡയാണ്. ഓക്കെ. ഇനി സെമി സർക്കുലർ ആണ്. അപ്പോൾ റേഡിയസ് R1 വരുമ്പോഴത്തേക്ക് ആ റിങ്ങിൻ്റെ നീളം πr1, സെമി സർക്കിളിൻ്റെ നീളം. അപ്പോൾ ആ റിങ്ങിൻ്റെ ചാർജ് എന്താ വരും? ലാംഡ ഇൻറ്റു πr1. ഓൾറൈറ്റ്. രണ്ടാമത്തെ റിങ് റേഡിയസ് R2, അതിൻ്റെ ലെങ്ത് πr2, അതിൻ്റെ ചാർജ് ലാംഡ ഇൻറ്റു πr2. കാരണം രണ്ടിനും ഒരേ ലീനിയർ ചാർജ് ഡെൻസിറ്റിയാണ്. പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ സി, സെൻറ്ററിൻ്റെ പൊട്ടൻഷ്യൽ. ഒരാളുടെ റേഡിയസ് R1, മറ്റേയാളുടെ റേഡിയസ് R2. അപ്പോൾ ചാർജ് Q2, ചാർജ് Q1. നമുക്കറിയാം പൊട്ടൻഷ്യൽ സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്നറിയാം. ആൻഡ് ഒരു റിംഗ് ആകുമ്പോഴത്തേക്ക്, റിംഗ് അല്ലെങ്കിൽ എനി പാർട്ട് ഓഫ് ദ റിംഗ് ആയാലും മതി, സെൻട്രലാണെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസും ഒരേ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ആണ്. അപ്പോൾ ഫോർമുല 1 പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്ററിൻ്റെ ഫോർമുല 1/4πε0 Q/R. ആൻഡ് പൊട്ടൻഷ്യൽ ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് V1 + V2 ആണ്. സോ 1/4πε0 Q1/R1 + Q2 ഡിവൈഡഡ് ബൈ R2. ഓൾറൈറ്റ്. വേർ ഒരാൾ 1/4πε0 Q1 എന്ന് പറയുന്നത് ലാംഡ πr1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് രണ്ടാമത്തെ ലാംഡ πr2 ഡിവൈഡഡ് ബൈ R2. സോ ഇറ്റ് വിൽ ഹാപ്പൻ R1 തമ്മിൽ ക്യാൻസൽ ആവും, R2 തമ്മിൽ ക്യാൻസൽ ആവും, ലാംഡ പൈ പ്ലസ് ലാംഡ പൈ 2 ലാംഡ പൈ വരും. സോ 1/4πε0 2 ലാംഡ പൈ, പൈയും പൈയും ക്യാൻസലായി, 2ഉം 4ഉം 2 ആവും. സോ ആൻസർ ബിക്കംസ് ലാംഡ ഡിവൈഡഡ് ബൈ 2ε0. ലാംഡ ഡിവൈഡഡ് ബൈ 2ε0. ചോയ്സ് ഡി. ഓക്കെ. സോ ചോയ്സ് ഡി. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓൺ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, പൊട്ടൻഷ്യൽ വെച്ചിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഏത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയെന്ന്. ക്വസ്റ്റ്യൻ ഓൺ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. Okay, light is incident on a photosensitive material, electrons are emitted, light energy converted to electrical energy. അപ്പോൾ ഏതാണ് ശരി? ബേസിക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നമുക്കറിയാം. ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ hν - W = kinetic energy maximum. ഇറങ്ങി വരുന്ന ഇലക്ട്രോൺസ് ഹാവ് ഗോട്ട് വേരിയിങ് കൈനറ്റിക് എനർജി, വേരിയിങ് ഫ്രം a minimum value 0 to a maximum value kinetic energy maximum. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ശരി? ആദ്യത്തെ മാക്സിമം കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺ ഇൻറ്റൻസിറ്റി. അപ്പോൾ അത് തെറ്റാണ്. കാരണം ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് മാറുമ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഫോളിങ് ഓൺ ദ മെറ്റൽ സർഫസ് മാറും. ഫോട്ടോൺസ്, ഓരോ ഫോട്ടോണും സൂട്ടബിൾ ഫ്രീക്വൻസി ആണെങ്കിൽ ഓരോ ഇലക്ട്രോണും ഇറക്കി വിടും. സോ ഫോട്ടോൺസ് കൂടിയാൽ ഇലക്ട്രോൺസ് കൂടും, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് കൂടിയാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടാണ് കൂടുന്നത്. അപ്പോൾ അല്ലാതെ എനർജി അല്ല. കൈനറ്റിക് എനർജി മാക്സിമം കൂടണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് കൂടണം ഫോർ എ ഗിവൺ വർക്ക് ഫങ്ഷൻ ഓഫ് ദ മെറ്റൽ. അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യണം വേറൊരു മെറ്റൽ ഹു ഹാവിങ് എ ലോവർ വാല്യൂ ഫോർ വർക്ക് ഫങ്ഷൻ. സോ kinetic energy maximum actually depends on frequency and work function.
അതുകൊണ്ട് ആദ്യത്തെ ചോയ്സ് തെറ്റാണ്. രണ്ടാമത്തെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഒൺലി ഓൺ വർക്ക് ഫങ്ഷൻ. ഈ ഒൺലി ആണ് അവിടുത്തെ തെറ്റ്. കാരണം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻ വോൾസിൻ്റെ മാഗ്നിറ്റ്യൂഡും കൈനറ്റിക് എനർജി മാക്സിമം ഇൻ ഇലക്ട്രോൺ വോൾസിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. കൈനറ്റിക് എനർജി മാക്സിമം ഇൻ ഇലക്ട്രോൺ വോൾട്ടും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻ വോൾസും ന്യൂമറിക്കലി ദ സെയിം. ആൻഡ് കൈനറ്റിക് എനർജി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിപ്പെൻഡ്സ് ബോത്ത് ഓൺ ഫ്രീക്വൻസി ആൻഡ് വർക്ക് ഫങ്ഷൻ. സോ ഡിപ്പെൻഡ്സ് ഒൺലി ഓൺ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. മൂന്നാമത്തെ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ വേവ് നേച്ചർ ഓഫ് ലൈറ്റ്. തെറ്റാണ്. ബിക്കോസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ photons are falling on the metal surface, electrons are emitted. ഓരോ ഫോട്ടോണും, ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോട്ടോൺ, ഓരോ ഫോട്ടോണും മെറ്റൽ സർഫസിൽ കൊളൈഡ് ചെയ്തിട്ട് സൂട്ടബിൾ എനർജി ആയിട്ട് ഓരോ ഇലക്ട്രോണിനെ ഇറക്കി വിടും. അപ്പം നമ്പർ ഓഫ് ഫോട്ടോൺസ്, ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് 1, 2, 3 അങ്ങനെ നമ്പറാണ്. ദാറ്റ് മീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇസ് ബേസ്ഡ് ഓൺ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്, വേവ് അല്ല. അതുകൊണ്ട് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. അതുകൊണ്ട് ഇതിൻ്റെ ചോയ്സ് ഡി ആണ്. അപ്പോൾ എ ബി സി മൂന്നും തെറ്റാണ്. ഇതാണ് കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ. സൂക്ഷിച്ച് വായിച്ച് ചെയ്യണം. ഓൾറൈറ്റ്. ഇവിടെ ഡിപ്പെൻഡ്സ് ഒൺലി ഓൺ, പ്രത്യേകിച്ച് അത് ഡിപ്പെൻഡ്സ് ഒൺലി ഓൺ, അത് നമ്മൾ ശ്രദ്ധിക്കില്ല വായിക്കുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ പ്രോബ്ലമാണ്, ലെൻസിൻ്റെ പ്രോബ്ലം. ഫിഗർ വരച്ചിട്ടുണ്ട്. ഓബ്ജക്റ്റ് ഉണ്ട് എക്സ് സെൻറ്റിമീറ്റേഴ്സ് അവേ. ലെറ്റ്സ് ഈ ഓബ്ജക്റ്റ്. പിന്നെ ഒരു ലെൻസ് ഉണ്ട്. കോൺവെക്സ് ലെൻസ് തൊട്ട് പ്ലെയിൻ മിറർ വരെയുള്ള ദൂരം 20 സെൻറ്റിമീറ്റേഴ്സ്. എന്നിട്ട് ഇമേജ് ഇവിടെ 5 സെൻറ്റിമീറ്റേഴ്സിൽ വെച്ചു. ദാറ്റ് മീൻസ് പ്ലെയിൻ മിററിൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റിയൽ ഓബ്ജക്റ്റ് ആൻഡ് പ്ലെയിൻ മിറർ ഇസ് ദ സെയിം ആസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർച്വൽ ഇമേജ് ആൻഡ് ദ പ്ലെയിൻ മിറർ. ഡിസ്റ്റൻസ് സെയിം ആണ്. സോ അതുകൊണ്ട് ഈ ഇമേജ് ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനുണ്ടായിരിക്കുന്ന ഓബ്ജക്റ്റും 5 സെൻറ്റിമീറ്റേഴ്സ് ദൂരെ ആയിരിക്കണം. അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ ഓബ്ജക്റ്റ് 5 സെൻറ്റിമീറ്റേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്ലെയിൻ മിറർ ആയിരിക്കണം. ഈ ഓബ്ജക്റ്റ് എവിടെ നിന്ന് വന്നു? ദിസ് ഓബ്ജക്റ്റ് ഇസ് ദ ഇമേജ് ഫോംഡ് ബൈ ദ കോൺവെക്സ് ലെൻസ്. ക്ലിയർ? ദാറ്റ് മീൻസ് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 20 ആണ്. ഇത് 5 ആവുമ്പോൾ ഈ ദൂരം 20 - 5 15 സെൻറ്റിമീറ്റർ. ഇതാണ് ഇമേജ് ഡിസ്റ്റൻസ് ഫോർ എ കോൺവെക്സ് ലെൻസ്. അതുകൊണ്ട് നമുക്ക് കോൺവെക്സ് ലെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോർ കോൺവെക്സ് ലെൻസ് നമ്മുടെ സൈൻ കൺവെൻഷൻ ഇടുമ്പോൾ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ പോസിറ്റീവ്, ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം ദി ഓപ്റ്റിക് സെൻറ്റർ. അപ്പോൾ ഓപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ്. സോ യു ഇസ് ഈക്വൽ ടു -x, വി ഇസ് ഈക്വൽ ടു +15 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്, കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. കോൺവെക്സ് ലെൻസിൻ്റെ ലോ ഓഫ് ഡിസ്റ്റൻസസ് ഫോർമുല 1/v - 1/u is equal to 1/f. So 1/15 minus 1/u is -x is equal to 1/f. 1/f, focal length is given as 10, 1/10. So 1/x will be 1/10 minus 1/15. So LCM 38 എടുത്ത 3 - 2. So x is equal to 30 centimeter. എന്ന് പറഞ്ഞാൽ u is equal to -30 centimeter. അപ്പോൾ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്ര? ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ. ഇറ്റ്സ് എക്സ് സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇസ് 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് കോൺവെക്സ് ലെൻസ് ആൻഡ് പ്ലെയിൻ മിററിൻ്റെ കണക്ക്. അടുത്ത ക്വസ്റ്റ്യൻ കൊളിഷൻ്റെ കണക്കാണ്. കൊളിഷൻ, ഏത് കൊളിഷൻ ആണെങ്കിലും ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ്. പക്ഷേ ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റവും കൺസേർവ്ഡ് ആണ്, ടോട്ടൽ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. ദാറ്റ് മീൻസ് ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ is equal to total linear momentum after collision, and total kinetic energy before collision is equal to total kinetic energy after collision. അപ്പോൾ ഇവിടെ there is a നമുക്ക് collision in elastic collision in one dimension ആണ് ഇവിടുത്തെ കഥ. ഇലാസ്റ്റിക് കൊളിഷൻ in one dimension എന്ന് പറഞ്ഞാൽ along a straight line. നമ്മുടെ തിയറിയുടെ ഇലാസ്റ്റിക് കൊളിഷൻ in one dimension. സോ അവിടെ
a particle of mass 1 kilogram, m is equal to 1 kilogram. First ഒരു particle m1 1 kilogram moving with a velocity അറിഞ്ഞൂടാ. അപ്പോൾ u1 അറിഞ്ഞൂടാ. towards a stationary particle. രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0. അയാളുടെ മാസ് 3 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇത് m1 ആണ്, ഇത് 1 കിലോഗ്രാം ആണ്. അയാൾ മൂവ് ചെയ്യണു വിത്ത് എ വെലോസിറ്റി u1. രണ്ടാമത്തെ പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ് ആണ് ഇനിഷ്യലി. ഇതാണ് കഥ. ആഫ്റ്റർ കൊളിഷൻ ദ ലൈറ്റർ പാർട്ടിക്കിൾ, അതായത് 1 കിലോഗ്രാം പാർട്ടിക്കിൾ റിട്ടേൺസ് അലോങ് ദ സെയിം പാത്ത്. അപ്പോൾ m1 അതേ വഴിയിൽ തിരികെ വരും. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു u1. അതുകൊണ്ട് v1 ഇസ് നെഗറ്റീവ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് ഇറ്റ് റിട്ടേൺസ് അലോങ് ദ സെയിം പാത്ത് വിത്ത് എ സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ v1 -2 മീറ്റർ പെർ സെക്കൻഡ്. കൊളിഷൻ ഇലാസ്റ്റിക് ആണ്. എന്നിട്ട് സ്പീഡ് ഓഫ് 1 കിലോഗ്രാം മാസ്. അപ്പോൾ u1 ആണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ പോലെ ഐ ടോൾഡ് യു ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡും ടോട്ടൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡും വെച്ചിട്ട് 2 ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ തിയറിയിൽ ആ 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ 1 ഡയമെൻഷനിൽ യു ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ v1 ഫോർ an ഇലാസ്റ്റിക് കൊളിഷൻ which is v1 is equal to u1 into m1 minus m2 plus 2m2 u2 divided by m1 plus m2. It's a very useful formula for collisions. കൊളിഷൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ട് മറ്റത് ചെയ്യാം, പക്ഷെ അത്ര സമയം നമുക്ക് കിട്ടൂല. ഇത് ഈസി ആയിട്ട് ഇടും. അപ്പോൾ ഇവിടെ u1 അറിഞ്ഞുകൂടാ. v1 എന്ന് പറയണ -2 is equal to u1 m1 minus m2 1 minus 3 u2 0 and രണ്ടാമത്തെ ടേം പോയി divided by m1 plus m2 1 plus 3 4. Okay, so you get -2 is equal to 1 minus 3 minus 2 u1 divided by 4. മൈനസും പോയി 2ഉം പോയി. you get u1 is equal to +4 meter per second. അപ്പോൾ ഇവിടെ ആൻസർ +4 meter per second. +4 meter per second. ഓക്കെ, ഇതാണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ബോത്ത് വിത്ത് ഹൈറ്റ് ആൻഡ് ഡെപ്ത് ഫ്രം ദി എർത്ത് സർഫസ്. നമ്മൾ തിയറി പഠിക്കുമ്പോഴത്തേക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് മാക്സിമം ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. ഇറ്റ് ഡിക്രീസസ് ബോത്ത് വിത്ത് ഹൈറ്റ് ആൻഡ് വിത്ത് ഡെപ്ത്, നമ്മുടെ തിയറി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അസേർഷൻ ശരിയാണ്. റീസൺ, if height and depth are equal for 2 points from the surface of the earth. അപ്പോൾ നമുക്ക് ഫോർമുല എഴുതി നോക്കാം. ഓക്കെ, ഹൈറ്റ് വയ്ക്കുമ്പോൾ ഐ എം ടോക്കിംഗ് അബൌട്ട് h much smaller than r. For small heights, h much smaller than r, g at a height is given by g into g on the surface into 1 minus 2h by r. And g at a depth is given by g on the surface multiplied by 1 minus d by r. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ റീസണിൽ പറഞ്ഞിരിക്കണം ഹൈറ്റ് ആൻഡ് ഡെപ്ത് ആർ ഈക്വൽ ഫോർ 2 പോയിന്റ്സ്. ദാറ്റ് മീൻസ് എച്ചും എക്സ് എന്ന് എടുക്കാം, ഡിയും എക്സ് എന്ന് എടുത്താൽ ജി ഹൈറ്റ് എന്ന് പറയുമ്പോൾ ജി സർഫസ് ഇൻറ്റു 1 minus 2x by r വരും. ആൻഡ് ജി ഡെപ്ത് വിൽ ബിക്കം ജി എസ് ഇൻറ്റു 1 minus x by r വരും. ഇത് രണ്ടും ഈക്വൽ അല്ല. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഈക്വൽ അല്ല. അപ്പോൾ അതിൽ എഴുതിയിരിക്കണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിൽ ബി ദ സെയിം ഇൻ ബോത്ത് പ്ലേസസ് എന്നാണ് എഴുതിയിരിക്കണം. അല്ല. സോ അതുകൊണ്ട് റീസൺ ഇസ് റോങ്, അസേർഷൻ ഇസ് റൈറ്റ്. അപ്പോൾ ഇവിടെ എ ഇസ് ട്രൂ ബട്ട് ആർ ഇസ് ഫോൾസ്. ഓക്കെ, ഇൻഫാക്ട് ഫോർ സ്മോൾ ഹൈറ്റ്സ് ആൻഡ് ഡെപ്തിൽ ദ ഡിക്രീസ് വിത്ത് ഹൈറ്റ് ഇസ് ഡബിൾ ദ ഡിക്രീസ് വിത്ത് ഡെപ്ത്. ഡിക്രീസ് വിത്ത് ഹൈറ്റ് ഇസ് ഡബിൾ ദ ഡിക്രീസ് വിത്ത് ഡെപ്ത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനത്തെ ഒരു അതിൽ നിന്നുള്ള ഡിഫറെൻറ്റ് പേപ്പേഴ്സ്, ആ 4 പേപ്പേഴ്സിൽ നിന്നും കുറച്ച് കൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. ഓൾ റൈറ്റ്. സോ അത് വന്നു. പിന്നെ നെറ്റിലെ ക്വസ്റ്റ്യൻസ് കണ്ടു കാണും. ദർ ആർ ക്വസ്റ്റ്യൻസ് വെയർ ഡയമെൻഷണൽ ഫോർമുല ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഡയമെൻഷൻ ഫോർമുല ചോദിച്ചിട്ടുണ്ട്. സോ വാട്ട് എവർ ഡയമെൻഷൻ ഫോർമുല യു സ്റ്റഡി ഇൻ ദ തിയറി, അതിൻ്റെ എല്ലാം ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഡയമെൻഷണൽ ഫോർമുല അറിയണം. പിന്നെ ദേ ഹാവ് ആസ്ക്ഡ് ദ കൺസെപ്റ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്.
സ്റ്റഡി സ്റ്റേറ്റിൽ ഇൻഡക്ടർ ബിഹേവ്സ് ലൈക്ക് എ പെർഫെക്റ്റ് കണ്ടക്ടർ. ആ കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഒരു ബാറ്ററിയിൽ റെസിസ്റ്റൻസ് ഉണ്ട് ആൻഡ് വേറൊരു റെസിസ്റ്റൻസ് ഉണ്ട്. എന്നിട്ട് ഈ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് ഒരു കണ്ടക്റ്റിംഗ് വയറുണ്ട്. കണ്ടക്റ്റിംഗ് വയർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇതിൽ കൂടെ പോകും. അപ്പോൾ ഇത് R1 ഇത് R2 ആണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R2 മാത്രമേ ഉള്ളൂ, ഇവിടെ ഇല്ല. സോ ആ ഐഡിയ ഉള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഒരേ പേപ്പറിൽ. സോ ബട്ട് ഓൺ ദ ഹോൾ നോർമൽ തറോ ആയിട്ട് തിയറി പഠിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ZEPHYR, the dream team in entrance coaching.